ഹലോ, ടിപ്സ് ആൻഡ് ട്രയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു സ്പൈസി മീൻകറിയാണ്. ആദ്യം നമുക്ക് മീൻകറിക്ക് വേണ്ട അരപ്പ് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഞാനിവിടെ 10 ചുമന്നുള്ളി നടുവേ കീറി എടുത്തേക്കുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള ഉപയോഗിച്ചാലും കുഴപ്പമില്ല, എന്നാലും ചുമന്നുള്ളി ഉപയോഗിക്കുന്നതാണ് മീൻകറിക്ക് ടേസ്റ്റ് കൂടുതൽ. ഇതൊന്ന് വാടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ പിരിയം മുളക് പൊടിയാണ് ഉപയോഗിച്ചിരുന്നത്. പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് പിരിയം മുളക് പൊടി ഇട്ടേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടി ഇവിടെ നന്നായിട്ട് മൂന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളം ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതൊന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. കൊടംപുളി വേണം ഇട്ട് കൊടുക്കാൻ. കൊടംപുളി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കുക. തിളപ്പിച്ച് കഴിഞ്ഞ് നമുക്കത് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീൻ വേവിക്കാൻ വെക്കാം. മീൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായിട്ട് കഷ്ണത്തിൽ അരപ്പ് പിടിക്കുന്നതോളം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. മീൻ കഷ്ണം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിടണം. നമ്മൾ സ്പൂൺ ഉപയോഗിക്കരുത്. നമ്മളൊരു തുണി ഉപയോഗിച്ച് ചട്ടി ഒന്ന് കറക്കി എടുക്കാവേ ചെയ്യാവുള്ളൂ ഇങ്ങനെ. അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് മീൻകറി വെന്ത് കിട്ടും. ഇടയ്ക്ക് നമ്മൾ മീനിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കണം. അത് കഴിഞ്ഞ് ഒരു 5-8 മിനിറ്റ് ആകുമ്പോൾ മീൻ വെന്തോന്ന് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.